മതം എപ്പോഴാണോ പൗരത്വത്തിന് അടിസ്ഥാനമാകുന്നത്, അതോടുകൂടി മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി മാറാൻ തുടങ്ങും. എപ്പോഴാണോ മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി മാറാൻ തുടങ്ങുന്നത്, അതുമുതൽ ജനാധിപത്യം എന്നുള്ളത് ഏകാധിപത്യത്തിലേക്ക് യാത്ര ആരംഭിക്കും. ഇന്ത്യയിൽ പല ജാതി പല മത വിഭാഗങ്ങൾ ഒരേപോലെ ജീവിക്കുന്നു, തുല്യതയുണ്ട് എന്ന മതനിരപേക്ഷതയുടെ ചരടാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷം ഒരു ആശയക്കുഴപ്പമില്ലാതെ പറഞ്ഞു, ഇത് ഭരണഘടനാ വിരുദ്ധം, ഞങ്ങൾ കോടതിയിൽ പോകുന്നു, കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല. ഇപ്പൊ ചട്ടം പ്രഖ്യാപിച്ചപ്പോൾ അപ്പോഴും ഈ ഗവൺമെന്റ് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, ചട്ടം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. അപ്പൊ അത്ഭുതകരമായ ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ. അദ്ദേഹം പറഞ്ഞു, പാർലമെന്റ് പാസ്സാക്കിയ നിയമമല്ലേ, എങ്ങനെ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയും? അതേ സ്വരത്തിൽ കെ സുരേന്ദ്രൻ, പാർലമെന്റ് പാസ്സാക്കിയാൽ ഇന്ത്യക്കകത്തല്ലേ കേരളം, എങ്ങനെ നടപ്പിലാക്കില്ല എന്ന് പറയാൻ കഴിയും? അതേപോലെ ഹസൻ, അത് ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയും? രാജ്യത്തെ നിയമല്ലേ. എന്താ നിങ്ങളിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിച്ചത്? കോൺഗ്രസിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിച്ചത് BJPയുടെ സ്വരത്തിന്റെ തനിയാവർത്തനമായിരുന്നോ? നിങ്ങൾ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിൽ, മതം പൗരത്വത്തിന്റെ അടിസ്ഥാനമാകരുത് എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു, ഈ ചട്ടം നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഉടൻ പ്രതിപക്ഷ നേതാവ് പറയുമെന്ന് കേരളം പ്രതീക്ഷിച്ചത്, ഞങ്ങളൊപ്പമുണ്ട്, നിങ്ങളെക്കാളും മുൻപിൽ ഞങ്ങളുണ്ട് എന്ന് പറയണ്ടേ? നിങ്ങളെക്കാൾ മുൻപിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങൾ നിങ്ങളെക്കാൾ മുൻപിൽ ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. അതിനു പകരം സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയിട്ട് പ്രേമചന്ദ്രനും പ്രതിപക്ഷ നേതാവും KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റും പറയാണ്, അത് നടപ്പിലാക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? അത് ആരുടെ സ്വരമാണ്? അത് BJPയുടെ സ്വരമാണ്. കോൺഗ്രസിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിച്ച സ്വരമല്ലത്. ഭരണഘടനയുടെ സാങ്കേതികത്വമോ അത് സംബന്ധിച്ചുള്ള നൂലാമാലകളെ കുറിച്ചുള്ള അഭിപ്രായമോ അല്ല നിങ്ങളിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത്. കേരളത്തിൽ ഇടതുപക്ഷം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോലും ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുമെന്നല്ലേ മതനിരപേക്ഷ വിശ്വാസികൾ, മതന്യൂനപക്ഷങ്ങൾ, കോൺഗ്രസിൽ ഇപ്പോഴും പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ആളുകൾ അന്ന് കരുതിയിരുന്നത്? നിങ്ങൾ BJPയുടെ നാവായി. BJP പറയുന്ന ന്യായം നിങ്ങൾ ആവർത്തിച്ചു. ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ നിലപാട് സ്വീകരിച്ചു. കാരണം നിങ്ങൾ ഇന്ത്യയെ കാണുന്നില്ല, ഈ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ UDF കേരളത്തിനെ മാത്രം കാണുന്നു. 16 മുതൽ നിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താണ്. നിങ്ങൾക്ക് അധികാരം എങ്ങനെയെങ്കിലും ലഭിക്കുകയെന്ന സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ കാട് കാണുന്നില്ല, നിങ്ങൾ മരം കാണുന്നില്ല, മരത്തിന്റെ ചെറിയ കഷ്ണം മാത്രം കാണുന്നു. അത് കേരളത്തിനകത്തെ നിങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും മതനിരപേക്ഷ നിലപാടുള്ള പാർട്ടിയുടെ പ്രതിനിധിക്ക് കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയുമെന്ന BJPയുടെ ചോദ്യം ആവർത്തിക്കാൻ തോന്നുമോ? ഇപ്പോ സ്റ്റാലിൻ പറഞ്ഞില്ലേ, DMK നേതാവ് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ? തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ? അവിടെ പോയെന്ന് പറഞ്ഞു നോക്കിയേ, ആ അതിർത്തി കേട്ടില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി BJP വിരുദ്ധ നിലപാടിൽ എപ്പോഴും കേരളത്തോടൊപ്പം നിൽക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു, ഇവിടെ നടപ്പിലാക്കില്ല. ഇനി പഴയ ഫയൽ നോക്കിയേ, ആസാമിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം. ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ആസാമിൽ പ്രസംഗിക്കുന്നു. ആസാമിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞങ്ങൾ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്താ?
അതിനെക്കുറിച്ച് KPCC ആക്ടിംഗ് പ്രസിഡന്റ് അഭിപ്രായം എന്താ? അതിനെക്കുറിച്ച് UDF അഭിപ്രായം എന്താ? ഇപ്പോഴത്തെ ഡിഫാക്ടോ ഹൈക്കമാൻഡ് ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഇന്ത്യക്കകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പറഞ്ഞില്ലേ, അവര് ഈ കേരള ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല പറഞ്ഞില്ലേ? കേരളം പോലെ സംസ്ഥാനം ഇന്ത്യക്ക് മാതൃകയായി ഇന്ത്യയുടെ മുൻപിൽ സഞ്ചരിച്ചുകൊണ്ട് അഭിശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അതിനേക്കാളും മുൻപിലുണ്ട് എന്ന് പറയുമെന്ന് കരുതുന്നൊരു പാർട്ടി BJPയുടെ നാവായി എങ്ങനെ കേരളത്തിൽ മാറി? പറയണം. എല്ലാ കാര്യങ്ങളിലും ഇതേ നിലപാടല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത്? പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് ഞങ്ങൾ പറയുന്നു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഭരണഘടന വിരുദ്ധമായ നടപ്പിലാക്കാൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന, അതിനെ അടിസ്ഥാനപ്പെടുത്തി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സർക്കാരിന് കഴിയില്ല. നിങ്ങൾ ഈ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി മാത്രം നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വ നിലപാട് എന്താ? ആസാമിൽ പറഞ്ഞ രാഹുൽ ഗാന്ധി എന്തേ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല? ശ്രീ കുഞ്ഞാലിക്കുട്ടിയോട് പത്രക്കാർ ചോദിച്ചു, അല്ലെ രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞു കണ്ടില്ലല്ലോ. അല്ല, അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ പറയും. ഇത് കേരള പ്രശ്നമാണോ? രാഹുൽ ഗാന്ധി വയനാടിനകത്ത് മാത്രം എടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ? രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ? യഥാർത്ഥ ഹൈക്കമാൻഡ് അല്ലേ? അദ്ദേഹം കേരളത്തിൽ വരുമ്പോ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞ് പ്രതികരിക്കേണ്ട ദയനീയ അവസ്ഥയിലല്ലേ മുസ്ലിം ലീഗ് നിൽക്കുന്നത്? ഞങ്ങൾ നിയമസഭ ചോദിച്ചു, ചില കാര്യങ്ങളിൽ എന്തേ കോൺഗ്രസിന് നിലപാടില്ലല്ലോ? ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, അവർ അഖിലേന്ത്യാ പാർട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ചില നിലപാട് വൈകുന്നുണ്ട്, നിങ്ങൾ വോട്ടിന് മാത്രം കാണുന്നു. ഖാർഗെയോട് ചോദിച്ചില്ലേ, മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റ്, പത്രക്കാർ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് നാളെ പറയാമെന്ന്. ഇപ്പോഴെണീറ്റിട്ടില്ലേ, കുറേ ദിവസമായല്ലോ. നിങ്ങളുടെ നിലപാടെന്താണ്? കോൺഗ്രസിന്റെ, ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല? ഇതാണ് കോൺഗ്രസിനെ ഇമ്മത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത്.